ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് അവരെ നിരന്തരം അക്രമങ്ങളിലേക്ക് തള്ളിവിട്ട് മുഹമ്മദ് യൂനസിന്റെ തലയ്ക്ക് വെളിവ് വെച്ചോ എന്നൊരു ചെറിയ സംശയം. കാരണം ഇപ്പോൾ ഹിന്ദു സമൂഹത്തെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. നിരന്തരം ഹിന്ദുക്കളെ അവഹേളിക്കുന്ന, അവരെ ദ്രോഹിക്കണമെന്ന ചിന്താഗതിയോട് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് യൂനസ്. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ഇന്ന് ബസന്ത് പഞ്ചമിയോടനുബന്ധിച്ച് സരസ്വതി പൂജ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് യൂനസിന്റെ പ്രസ്താവന വന്നിരിക്കുന്നതും. എല്ലാ വിഭാഗങ്ങളും സ്നേഹത്തോടെ ജീവിക്കുന്ന മതേതര രാജ്യമാണ് ബംഗ്ലാദേശ് എന്നാണ് യൂനസ് സന്ദേശത്തിൽ അവകാശപ്പെടുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ജാതി, വർണ്ണ, മത വ്യത്യാസമില്ലാതെ എല്ലാ മതസ്ഥരും ഈ രാജ്യത്ത് ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്നും യൂനസ് പറയുന്നു. ഈ രാജ്യം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മതമോ ജാതിയോ നോക്കാതെ തന്നെ എല്ലാ ആളുകൾക്കും സുരക്ഷിതമായ സ്ഥലമാണെന്നും വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും അത്ഭുതപൂർവമായ പ്രക്ഷോഭത്തിലൂടെയാണ് ഓഗസ്റ്റ് 5-ന് ഇടക്കാല സർക്കാർ രൂപീകരിച്ചത്. ജാതി വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി സർക്കാർ തുടർച്ചയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സരസ്വതി ദേവി സത്യത്തിന്റെയും നീതിയുടെയും അറിവിന്റെയും വെളിച്ചത്തിന്റെയും പ്രതീകമാണ്. സരസ്വതി ദേവിയുടെ ആരാധനയുടെ വേളയിൽ അറിവിന്റെ ആരാധകരായി രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സംഭാവന നൽകാൻ ഞാൻ എല്ലാ ഹിന്ദുക്കളോടും ആഹ്വാനം ചെയ്യുന്നു എന്നാണ് യൂനസ് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പോലും 100% പരാജയമാണ് യൂനസ് സർക്കാർ. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നതും. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർഗീയതയേക്കാൾ രാഷ്ട്രീയമാണെന്നായിരുന്നു ഒരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യൂനസ് പറഞ്ഞതും. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള അക്രമത്തിൽ ന്യൂനപക്ഷ ഹിന്ദു ജനത അവരുടെ ബിസിനസ്സുകളും സ്വത്തുക്കളും എല്ലാം തന്നെ നശിപ്പിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും ആരോപിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പലായനം ചെയ്തതിന് പിന്നാലെ ഒരുപാട് പ്രക്ഷോഭങ്ങളാണ് ഹിന്ദുക്കൾക്ക് നേരെ പൊട്ടിപ്പുറപ്പെട്ടതും. അന്ന് മുഹമ്മദ് യൂനസ് കണ്ണുപൂട്ടി ഇരിക്കുകയായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവമായ കാര്യം. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഹിന്ദുക്കൾക്ക് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുഹമ്മദ് യൂനസ് സർക്കാർ പരാജയപ്പെട്ടെന്നും യൂനസ് വംശഹത്യയിൽ പങ്കാളിയാണ് എന്നും ആരോപിച്ചുകൊണ്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത് വന്നിരുന്നു. രാജ്യം വിട്ടതിനു ശേഷം നടത്തിയ ആദ്യ പൊതുപ്രസംഗത്തിലായിരുന്നു ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അവർ രംഗത്തെത്തിയതും. ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു ഹസീനയുടെ പരാമർശമുണ്ടായതും. ഇന്ന് എനിക്കെതിരെ വംശഹത്യ ആരോപിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ യൂനസ് ആണ് വംശഹത്യ നടത്തുന്നത്. വളരെ സൂക്ഷ്മമായാണ് അവർ പദ്ധതി നടപ്പിലാക്കുന്നത്. വംശഹത്യക്ക് പിന്നാലെ സൂത്രധാരന്മാർ യൂനസും വിദ്യാർത്ഥി കോഓർഡിനേറ്റർമാരുമാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ ആരെയും അവർ വെറുതെ വിടുന്നില്ല. 11 പള്ളികൾ തകർക്കപ്പെട്ടു. ക്ഷേത്രങ്ങളും ബുദ്ധ ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടു. ഹിന്ദുക്കൾ പ്രതിഷേധിച്ചപ്പോൾ ഇസ്കോൺ സന്യാസിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഈ പീഡനമെന്നും എന്തിനാണ് അവരെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നതെന്നും ഷെയ്ഖ് ഹസീന യൂനസിനെതിരെ തുറന്നടിച്ചുകൊണ്ടായിരുന്നു ചോദിച്ചതും. ആ ഒരു സാഹചര്യം എല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് ഇത്തരമൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.